ഇപ്പോൾ വളരെ ആദരവോടുകൂടി നമ്മൾ കാണുന്ന മതാമൃതാനന്ദമായി അവരെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഈശ്വരനാണോ? ഭഗവാനെ വളരെയധികം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ മാല ആൽത്തറയിൽ ചാർത്തുകയും പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യത്തിന് ഗുരുവായൂരപ്പൻ്റെ നട തുറന്ന സമയത്ത് ആ മാല അതുപോലെ ഭഗവാന്റെ വിഗ്രഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യരിലും ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. രാധ എന്തുകൊണ്ട് ഭഗവാൻ ഉപേക്ഷിച്ച് പോയി? ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. എനിക്ക് എത്ര എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് പറയാൻ അർഹതയുണ്ടോ അതുപോലെ എല്ലാവർക്കും അത് പറയാനുള്ള അർഹതയുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊക്കെ പൊതുവിൽ എല്ലാവർക്കും ഉള്ളൊരു വിഷമമാണ്, എനിക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഈ ധർമ്മത്തിൽ എല്ലാ മനുഷ്യരും ഈശ്വരന്മാരായി കാണുന്ന പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ തിരിച്ചറിയുന്നവർക്കൊരു ബഹുമാനം ഈ ധർമ്മം കൊടുക്കാറുണ്ട്. ഈ കാലത്തിനിടയിൽ കണ്ണൻ്റെ ഒരുപാട് കഥകൾ കേട്ടിട്ടും ഉണ്ടാകും, അതേപോലെ ഒത്തിരിയേറെ കഥകൾ പറഞ്ഞിട്ടും ഉണ്ടാവും അല്ലേ? അങ്ങനെ പറഞ്ഞതിലും കേട്ടതിലും വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥ ഒന്ന് പറയാം. ഞാനിപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം മധുരാധിപതി അഖിലം മധുരം എന്നാണ് പാടിയിട്ടുള്ളത്. അതായത് എല്ലാം മധുരമാണ്. അതിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള പോർഷൻ, ഇപ്പം ഞാനൊരു ഗ്ലാസ് പാൽപ്പായസം തന്നിട്ട് ഇതിലേത് ഡ്രോപ്പാണ് ഏറ്റവും മധുരം ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇപ്പോൾ സന്ദർഭവശാൽ ഞാൻ പൊതുവിൽ എല്ലായിടത്തും പറയുന്ന, എനിക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവുന്ന, കുറച്ചുകൂടെ ഭഗവാന്റെ ഒരു സർവ്വവ്യാപിത്വം, ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു ലീലയായിട്ട് പൊതുവിൽ പറയാറുള്ളത് മഞ്ജുളയുടെ കഥയാണ്. മഞ്ജുളയുടെ കഥ വളരെയധികം പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മഞ്ജുള എന്ന് പറയുന്ന ഒരു വയസ്സുകാരി കുട്ടി ഗുരുവായൂരടുത്ത് താമസിച്ചിരുന്നു. ആ കുട്ടി എല്ലാ ദിവസവും മുടങ്ങാതെ വൈകാതെ ഭഗവാന് മാല ചാർത്തി കൊടുക്കുമായിരുന്നു എന്നാണ്. എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുക്കും ഭഗവാനും. സന്തോഷം, മഞ്ജുളയ്ക്കും ഭയങ്കര സന്തോഷം. ഒരു ദിവസം മാത്രം എന്തോ ഒരു കാരണവശാൽ എത്താൻ വൈകുകയും നട അടയ്ക്കുകയും ചെയ്തു. അപ്പം അന്നേ ദിവസം മാല ചാർത്താൻ സാധിച്ചില്ല. മഞ്ജുള മാല ചാർത്താൻ പറ്റാത്തത് കൊണ്ട് കരഞ്ഞു എന്നാണ് പൊതുവിൽ പറയുക. ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ പറയാറുള്ളത് മഞ്ജുളയുടെ മാല ഭഗവാന് കിട്ടിയില്ല അല്ലേ. അന്നത്തെ ദിവസം ഭഗവാന് മഞ്ജുളയുടെ മാല പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ ആ മാല കിട്ടിയില്ല. അപ്പോൾ ഭഗവാന് സ്വാഭാവികമായിട്ട് എന്തോരും വിഷം വരും. അപ്പോൾ ഭഗവാന് സങ്കടമായല്ലോ എന്ന് കരുതിയിട്ടാണ് ആര് കരഞ്ഞത്? മഞ്ജുള കരഞ്ഞത്. അല്ലാതെ എനിക്ക് മാല ചാർത്താൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടല്ല. അങ്ങനെ പറയുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? നമുക്കാണ്, അല്ലെങ്കിൽ എൻ്റെ വിഷമം എന്നുള്ളതിനാണ്. രണ്ടാമത് പറയുമ്പോൾ ഭഗവാന്റെ വിഷമം എന്നുള്ളതിനാണ്. അതിനാണ് എപ്പോഴും നമ്മൾ കൂടുതൽ ഉയർച്ച കാണിക്കേണ്ടത്. അപ്പോഴാണ് ഒരു മഹാത്മാവ് അങ്ങോട്ട് വരികയും അദ്ദേഹം പൂന്താനാണെന്ന് പറയുന്നുണ്ട്. മഞ്ജുളോട് പറയുന്നു, വിഷമിക്കൊന്നും വേണ്ട, അത് ഭക്തിയോടുകൂടി ഈ ആൽത്തറയിൽ ചാർത്തിക്കോളൂ, അത് ഭഗവാൻ സ്വീകരിക്കും. ഭഗവാനെ വളരെയധികം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ മാല ആൽത്തറയിൽ ചാർത്തുകയും പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യത്തിന് ഗുരുവായൂരപ്പൻ്റെ നട തുറന്ന സമയത്ത് ആ മാല അതുപോലെ ഭഗവാന്റെ വിഗ്രഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ തവണ ഇത് എടുക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും ആ മാല വീണ്ടും ഭഗവാന്റെ വിഗ്രഹത്തിൽ പോയി വീണു അത്രേ. അവസാനം മഞ്ജുള തന്നെ മുമ്പിൽ വന്ന് കൈ നീട്ടിയപ്പോൾ അത്രേ ഭഗവാൻ അതെടുത്തിട്ട് തിരിച്ചു കൊടുത്തത്. അപ്പം അതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കഥകൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകാന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾക്കൊക്കെ പൊതുവിൽ എല്ലാവർക്കും ഉള്ളൊരു വിഷമമാണ്, എനിക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അല്ല, കാരണം ഭഗവാനെ പിരിയുന്നു, ഇനി എന്ന് കാണും എന്നറിയില്ല. അതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് ഗുരുവായൂർ മാത്രമാണ് ഭഗവാൻ ഉള്ളത് എന്നുള്ളതാണ് അല്ലേ. അവിടെ പോയാൽ മാത്രമേ ആരെ കാണാൻ പറ്റുള്ളൂ. ആ ചിന്ത ഭഗവാൻ തന്നെ മാറ്റിയതായിരിക്കും മഞ്ജുള ഉപയോഗിച്ചെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഭഗവാൻ പറയുന്നു, ഇവിടെ ഇട്ടാലും എനിക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ ഭക്തിയോടുകൂടി സമർപ്പിച്ചാലും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ കാണുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഗുരുവായൂരിനെ നേരിട്ട് പോയിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാനിത് ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. നേരെ മറിച്ച് നമ്മൾ ഭക്തിയോടുകൂടി നമ്മൾ എവിടെ ഇരുന്ന് ഭഗവാനെ സ്മരിക്കുന്നു ആ നിമിഷം അവിടം ഗുരുവായൂരാണ് എന്ന് കാണിക്കാൻ വേണ്ടി മഞ്ജുളയുടെ ഒരു ലീല ഞാൻ പൊതുവെ എല്ലായിടത്തും പറയാറുണ്ട്. കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ട് എന്നല്ലേ? തീർച്ചയായിട്ടും എല്ലായിടത്തും ഉള്ളത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഭഗവാന്റെ ആ സർവ്വവ്യാപിത്വം മഞ്ജുളയിലൂടെ ഭഗവാൻ വളരെയധികം പ്രസിദ്ധമായി. ഇപ്പോഴും നോക്കൂ, നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് മഞ്ജുള ആല് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വിട്ടു പോകുന്ന ആൾക്ക് വിഷമം തോന്നരുത്, മഞ്ജുളയിലേക്ക് നോക്കുക. ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന്. പിന്നെ നമ്മൾ വിഷമിക്കണേ. പിന്നെ അതേപോലെ ഈ ഗുരുവായൂരുള്ള ആ ഒരു മരപ്രതിമയുണ്ടല്ലോ, മരപ്രഭു, അതിന്റെ ഐതിഹ്യം എന്താണ്? അതും ഈ പറഞ്ഞതുപോലെ രണ്ട് മഹാത്മാക്കളെ കുറിച്ചാണ് പറയാറുള്ളത്. അതും വീണ്ടും എല്ലായിടത്തും ഈ പൂന്താനത്തിനോട് നമുക്ക് കുറച്ച് സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ പൊതുവിൽ എല്ലായിടത്തും മേൽപ്പത്തൂരിനെ ഒന്ന് ചെറുതാക്കും. എനിക്കങ്ങനെ ചെയ്യാൻ ആചാര്യന്മാർ പറഞ്ഞു തന്നതനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. രണ്ട് മഹാത്മാക്കളെന്ന് ഞാൻ പറയുന്നുള്ളൂ ഇവിടെ. അതുകൊണ്ട് പൂന്താനം തിരുമേനി വിഷ്ണു സഹസ്രനാമം ചൊല്ലുമായിരുന്നു എന്നാണ് പറയുക. അമ്പലത്തിനകത്തിരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. അപ്പോൾ അതിനകത്ത് പത്മനാഭോ ഋഷികേശോ പത്മനാഭോ മരപ്രഭു എന്നാണ്, പത്മനാഭോ അമരപ്രഭു എന്നാണ് ആ വാക്ക് വരുന്നത്. അപ്പോൾ പത്മനാഭോ അമരപ്രഭു എന്നുള്ളതിന് പകരം പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റിച്ച് ചൊല്ലി എന്നാണ്.
അതൊരു ഹൈഫണാണ്. പത്മനാഭോ അമരപ്രഭു ഇവിടെയാണ്. അപ്പോൾ പത്മനാഭോ അമരപ്രഭു എന്നാണ് വായിക്കേണ്ടത്. പത്മനാഭോ അമരപ്രഭു എന്ന് തെറ്റിച്ച് ചൊല്ലി എന്നാണ് പറയുക. അപ്പോൾ അതിലൂടെ നടന്നു പോയിരുന്ന ഈ രണ്ടാമത്തെ ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ ഇയാളെ നോക്കി കളിയാക്കിയത്ര, നിങ്ങൾ എന്താണ് ഈ വായിക്കുന്നത്, ഇങ്ങനെയൊക്കെ വായിക്കുന്നത് ശരിയാണോ, ഇത് വിഷ്ണു സഹസ്രനാമമല്ല, ഇതൊക്കെ നേരെ ചൊല്ലണ്ടേ, സംസ്കൃതം അറിയാതെ വന്ന് എന്തെങ്കിലും വായി തോന്നി വിളിച്ച് പറയാണോ, ഇന്നത്തെ പല ആൾക്കാരും ചെയ്യുന്നത് പോലെ ചെയ്തു എന്നാണ്. അതായത് നമുക്ക് അറിവുണ്ട് എന്നുള്ളത് ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ ഒരു അഹങ്കാരമായിട്ട് നമ്മൾ കാണരുത്. ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. എനിക്ക് എത്ര എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് പറയാൻ അർഹതയുണ്ടോ അതുപോലെ എല്ലാവർക്കും അത് പറയാനുള്ള അർഹതയുണ്ട്. ഞാൻ എന്തോ വലിയ ആൾ, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചെറിയ ആളെന്ന് തോന്നുന്നത് നമ്മൾ അംഗീകരിച്ചാലും ഭഗവാൻ അംഗീകരിക്കില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യം തിരുത്തി. നമുക്ക് എപ്പോഴും ഒരാളെ തിരുത്താൻ രണ്ട് രീതിയിൽ തിരുത്താം അല്ലേ. ഒന്ന് സ്നേഹത്തോടു കൂടി തിരുത്താം, രണ്ട് നമ്മുടെ അറിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടി നമുക്ക് തിരുത്താം. എപ്പോഴും ഭഗവാൻ അംഗീകരിക്കുന്നത് ഏതാണ്? നമ്മുടെ സ്നേഹത്തോടു കൂടിയുള്ള തിരുത്തലുകളാണ് എല്ലായിടത്തും വേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ അകത്തിരുന്ന് ശ്രീലകത്തുനിന്ന് ഭഗവാന്റെ അരുളപ്പാട് ഉണ്ടായി എന്നാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സെയിങ് ആണ്. അതായത് പറയുന്നത് പത്മനാഭനായിട്ടുള്ളതും മരപ്രഭുവായിട്ടുള്ളതും അമരപ്രഭുവായിട്ടുള്ളതും ഒക്കെ ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു സിംപിളൈസ് എന്നുള്ള രീതിയിൽ ഗുരുവായൂർ ദേവസ്വം ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ നിങ്ങൾക്ക് ആ വലിയ പ്രതിമ കാണാം. ഒരു മരത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ ഒരു ചിത്രം, മരപ്രഭു. അത് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളൊരു ചിത്രമാണ്. ശ്രീകൃഷ്ണന്റെ വിവാഹ ജീവിതം, പിന്നെ അതേപോലെ പല സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ, ഇവയെ ആധുനിക രാഷ്ട്രീയ നൈതിക സംവാദങ്ങളുടെ വെളിച്ചത്തിൽ എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഒരിക്കലും നമ്മുടെ ലൗകിക തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ ജീവിതത്തെ നോക്കി കാണാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പോയിന്റ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാനെ പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക്, അത് ഒരു വിധത്തിൽ അപമാനിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്നത്. ഇപ്പോൾ ഗോപികമാരുടെ ഭക്തി മനസ്സിലാക്കാതെ അവർക്ക് ഭഗവാനുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്താണെന്ന് വ്യാഖ്യാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. രാധയെ ഭഗവാനിൽ നിന്ന് മനസ്സിലാക്കാതെ രാധ എന്തുകൊണ്ട് ഭഗവാൻ ഉപേക്ഷിച്ച് പോയി എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ലൗകിക തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ ലീലകളെ നോക്കിക്കാണുന്നതുകൊണ്ടാണ്. ലീല എന്നാണ് ആ വാക്കിനെ തന്നെ വിളിക്കുന്നത് അല്ലേ. ഭഗവാൻ ഒരു പ്ലേ നടത്തി, ഒരു നാട്യം നടത്തി, അതിൽ കൂടെ നമുക്ക് എന്തോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ അതിൻ്റെ പുറമേ ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എസെൻസ് നമുക്ക് കിട്ടില്ല. എപ്പോഴും എന്തിൻ്റെയും ചാറിരിക്കുന്നത് എവിടെയാണ്? ഏറ്റവും അകത്താണ്, അകക്കാമ്പിലാണ് അതിൻ്റെ ചാറിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കി ഇതിനൊന്നും വലിയ സാധ്യമില്ല എന്ന് പറയുന്ന ഏർപ്പാടാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ഒരു യാത്രയിൽ കൂടുതൽ ഭഗവാനെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ഭഗവാന്റെ രാസക്രീഡ എന്ന് പറയുന്നൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ലീലകളുണ്ട്. അതായത് ഈ ഗോപിമാരുടെ കൂടെയുള്ള ഭഗവാന്റെ നൃത്തമാണത്. അപ്പോൾ ഈ നൃത്തം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോപിമാരുടെ ഇടയിൽ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷനാവുന്ന പറയുക. വെച്ചാൽ ഗോപികമാർക്ക് തോന്നുന്നത്ര ഭഗവാൻ തങ്ങളുടേതാണ്, ഞങ്ങളുടേത് മാത്രമാണ് എന്ന് തോന്നി, ഒരു നിമിഷം കൊണ്ട് തോന്നിയെന്നാണ്. അങ്ങനെ തോന്നിയാൽ ഭഗവാൻ അവിടെ നിൽക്കില്ല. കാരണം അവിടെ ഒരു ഞാൻ, എൻ്റെ സൗന്ദര്യത്തിൽ കൃഷ്ണൻ അവിടെ നിൽക്കുന്നു, എൻ്റെ എന്നുള്ള തോന്നൽ വന്നു. അപ്പോൾ ഭഗവാൻ അവിടെ അന്തർധാനം ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഗോപികമാർ കാട്ടിലൂടെ നടന്ന് ഭഗവാനെ അന്വേഷിക്കുമ്പോൾ പാടുന്നൊരു പാട്ട്, ഒരു ഗീതം ഭാഗവത്തിലുണ്ട്. അതിനെ ഗോപികാ ഗീതം എന്നാണ് വിളിക്കുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആ ഗീതം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്ന റൊമാൻസ് ഒന്നുമല്ല ഗോപികമാരും ഭഗവാനും തമ്മിലുണ്ടായിരുന്നത്. അതിലവർ പറയുന്നത് ഒരു ശ്ലോകം മാത്രം ഞാൻ പറയാം, ഒരു വരി മാത്രം പറയാം. ഗോപികമാർ പാട്ട് പാടുമ്പോൾ പറയും, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിന മന്ദരാത്മദൃക് എന്നാണ്. എന്ന് വെച്ചാൽ നഖലു ഗോപിക നന്ദനോ ഭഗവാൻ, ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയത് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങൊരു കൃഷ്ണനാണ്, ഒരു ഗോപികയുടെ മകനാണ് എന്ന് ഞങ്ങൾക്കൊരു വിചാരമുണ്ട് എന്ന് കണ്ടിട്ടാണോ അങ്ങ് പോയത്? എന്നാൽ മനസ്സിലായിക്കോളൂ, ഞങ്ങൾക്കറിയാം അങ്ങ് ആരല്ല. നഖലു ഗോപിക നന്ദനോ ഭവാൻ, അങ്ങ് ആരുടെ കുട്ടിയല്ല, അങ്ങ് യശോദയുടെ കുട്ടിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അങ്ങ് ആരാണ്? അഖില ദേഹിനാം അന്തരാത്മദൃക്, എല്ലാവരുടെയും ദേഹിയായിരിക്കുന്ന അന്തരാത്മാവായിരിക്കുന്ന ആളാരോ അതാണ്. അവിടെ നിന്ന് ആരാ പറയുന്നത്? ഗോപികമാർ. നമ്മൾ ഈ വിളിക്കുന്ന കാമുകിയും കാമുകൻ തമ്മിലുള്ള സംഭാഷണമാണോ ഇത്? അതല്ല. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഭഗവാനെ നമ്മൾ എത്ര സ്നേഹിക്കുന്നു അത്രത്തോളം ആരെ സ്നേഹിക്കാൻ പറ്റും? ഗോപികമാരെ സ്നേഹിക്കാൻ പറ്റും. അവർ തമ്മിൽ ഭേദഭാവമില്ല എന്നുള്ളതാണ്. ഈ ഒരു സംശയം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ എന്ന് പറയുമ്പോൾ 16,008 ഭാര്യമാർ, അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അതെ, അത് ഇപ്പം നോക്കൂ. ഇപ്പം മേൽപ്പത്തൂര് തന്നെ ഉപനിഷത്ത് സുന്ദരികളാകുന്ന സുന്ദരികളാൽ ഭഗവാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് നാരായണീയത്തിൽ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ചുറ്റും നിൽക്കുന്ന സുന്ദരികളൊക്കെ ആരാണ്? ഉപനിഷത്തുകളാണ് എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. എന്ന് വെച്ചാൽ അറിവാണ്. അറിവിൻ്റെ കേന്ദ്രമായിരിക്കുന്ന ചൈതന്യമാണ് ആര്? ഭഗവാൻ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മളെന്താ വിചാരിക്കുന്നത്? കുറേ സ്ത്രീകളുടെ ഒപ്പം നടക്കുന്ന ഒരാൾ, അങ്ങനെ ഒരിക്കലും കാണരുത്. അതാ അതിനേക്കാൾ ഉയർന്നൊരു തലം അതിനുണ്ട്. മനസ്സിലാക്കിയാൽ കുറേ കൂടെ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാനേ പറ്റുള്ളൂ.
നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാമുകനാണെന്ന് കണ്ട് സ്നേഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഭഗവാൻ അത് അംഗീകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൽ മാത്രം നിൽക്കരുത്. അതിനേക്കാൾ വലിയ ഒരുപാട് കാര്യങ്ങൾ ഭഗവാനിൽ നിന്ന് പഠിക്കാനുണ്ട്. ഭഗവാൻ അതിന് മുകളിലാണ് എന്ന് മനസ്സിലാക്കുകയാണ് ആത്യന്തികമായിട്ട് വേണ്ടത്. നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിലും ഗോപികമാരും രാധയും രുക്മിണിയും സത്യഭാമയൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ 16,008 എന്ന് പറയുന്ന അതിൻ്റെ പിറകിലൊരു കഥയില്ലേ? 16,008 പുറകിലുള്ള കഥയായിട്ട് പറയുന്നത് നരകാസുര വധവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. ഇപ്പം നമ്മൾ വിഷു കഥ ആഘോഷിക്കാൻ പോകുന്നു, അതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു കഥ. നരകാസുരൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന രാജകുമാരിമാരെ ഭഗവാൻ രക്ഷിക്കുന്നു നരകാസുരനെ വധിച്ച ശേഷം. അപ്പം അവർക്ക് ഇനി ഒരു വിവാഹമില്ല. അവരെ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന പോലെ ഒരു സെൻറ്ററിൽ നിന്ന് വരുന്ന ഒരു ടോർച്ചർ കഴിഞ്ഞ് വരുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് സമൂഹം അവരെ കാണുന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്നത് ഭഗവാൻ ഞങ്ങൾ മരിക്കാൻ പോവാണ്, കാരണം ഞങ്ങൾക്ക് ഇനി പോയാൽ മുഴുവൻ അപമാനമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞിരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇനി സമൂഹം അങ്ങനെയാണ് നോക്കിക്കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മരിക്കാൻ പോവാണെന്ന് പറയുമ്പോഴാണ് ഭഗവാൻ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്റ്റാറ്റസ്, അതായത് കൃഷ്ണന്റെ ഭാര്യ എന്ന സ്റ്റാറ്റസ് തരുന്നു. അത് അങ്ങനെ കഥയായിട്ട് മാത്രം കാണാതെ ഭഗവാൻ നമുക്ക് ഒരു അങ്ങനെ ഒരു സ്റ്റാറ്റസിലുള്ള ആളെ പോലും ഭഗവാൻ ഒപ്പം നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളൊക്കെ ഇന്ന് പല ആളുകളെയും പല സ്ത്രീകളെയും പ്രത്യേകിച്ച് അവരുടെ ഒരു കഴിഞ്ഞ കാലം വെച്ച് അളക്കാതിരിക്കുക. ഭഗവാൻ പോലും അവർക്ക് അങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിച്ചു കൊടുക്കും, ധർമ്മത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്പോഴേ നമ്മൾ കൂടുതൽ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നതാണ് ഞാൻ എല്ലായിടത്തും പറയാറുള്ളത്. തീർച്ചയായിട്ടും അതെ. ഭക്തിക്കാണോ യുക്തിക്കാണോ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? രണ്ടും രണ്ട് തലത്തിലാണ്. നമുക്ക് രണ്ടും ഒരുപോലെ വേണം എന്നാണ് ഞാൻ എല്ലായിടത്തും പറയാറുള്ളത്. അപ്പോൾ നമുക്കൊരു അസുഖം വന്നു എന്ന് വിചാരിക്കുക അല്ലേ. ഇപ്പോൾ ഒരു വയ്യായ വന്നു, അപ്പോൾ നമുക്ക് മന്ത്രം ജപിച്ച് അസുഖം മാറ്റാം എന്ന് മാത്രം നോക്കാതെ നമ്മൾ വേണ്ട കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ് യുക്തി അല്ലേ. അത് ആ സമയത്ത് നമുക്ക് അവിടെ യുക്തിക്ക് ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. രണ്ടാമത് നമുക്ക് മാനസികമായിട്ട് വലിയൊരു ട്രോമയിലൂടെ നമ്മൾ കടന്നു പോകുന്നു, വലിയൊരു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വീണ് പോകുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് മെഡിസിനാണ് കഴിക്കുക ആ സമയത്ത്? നമുക്കപ്പോൾ വേണ്ട എന്താണ്? മാനസികമായിട്ടുള്ള ഒരു ധൈര്യം, മാനസികമായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്കുള്ള എന്തെങ്കിലും വഴി അല്ലേ. അവിടെ നമുക്ക് ആരുടെ കൈ പിടിക്കാൻ ശ്രമിക്കാം? ഭഗവാന്റെ കൈ പിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ രണ്ടും ഓരോ സമയത്ത് ഓരോന്നും ഉപയോഗിക്കുക എന്ന് ഭഗവാൻ തന്നെ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും നമുക്കത് വ്യക്തമായിട്ട് കാണാനും സാധിക്കും. അപ്പോൾ നോക്കൂ, ഭഗവാനാണ് പാർത്ഥൻ്റെ സാരഥിയായിട്ട് മഹാഭാരത യുദ്ധത്തിൽ ഒപ്പം നിൽക്കുന്നത്. ഒരിക്കലും ഭഗവാൻ എണീറ്റിട്ട് ഭഗവാന്റെ ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ വളരെ സെക്കൻഡ്സ് കൊണ്ട് തീരാവുന്നതാണ് മഹാഭാരത യുദ്ധം. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തില്ല? അങ്ങനെ ചെയ്യാതെ പാർത്ഥനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചാണ് ആ യുദ്ധം ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അപ്പം എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല കാര്യങ്ങളിലും. ഞാനും പലപ്പോഴും പറയാറുണ്ട്, ഈ താൻ പാതി ദൈവം പാതി എന്നുള്ളതിൽ ആദ്യത്തെ പാതി എപ്പോഴും മനുഷ്യൻ്റെതാണ്. നമ്മൾ ഓടുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ ഭഗവാനോട് നമുക്ക് ജോലി തരണേന്ന് പ്രാർത്ഥിച്ച ഒരു ആപ്ലിക്കേഷൻ ഫോം പോലും നമ്മൾ അയക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അപ്പോൾ രണ്ടിൻ്റെയും ശ്രമങ്ങൾ ഒരുപോലെ വേണം. ഭക്തി വേണ്ടിടത്ത് ഭക്തിയും യുക്തി വേണ്ടിടത്ത് യുക്തിയും നോക്കുക. എല്ലാത്തിലും യുക്തി കണ്ടെത്താൻ ഭക്തിയുടെ കാര്യത്തിൽ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതും ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ ഒരു പുഷ്പാഞ്ജലി കഴിച്ചാൽ ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ വേണം ആ പുഷ്പാഞ്ജലിയെ കാണേണ്ടത്? എൻ്റെ അർച്ചന ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് പഴയതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും, എൻ്റെ ഭഗവാൻ എൻ്റെ അർച്ചന സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കാനായിരിക്കണം പുഷ്പാഞ്ജലി കഴിക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ പുഷ്പാഞ്ജലി കഴിച്ചാൽ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. നമ്മുടെ എഫേർട്ടിന് വേണ്ടി ഒരു സ്പാർക്ക് ഭഗവാൻ തരുന്നു. അപ്പോൾ നോക്കൂ, ഭഗവാൻ ഗീത ഉപദേശിച്ചതിന് ശേഷമാണ് അർജുനൻ വീണ്ടും ഗാണ്ഡീവം എടുത്ത് യുദ്ധം ചെയ്യുന്നത്. ആ സ്പാർക്കാണ് ഭഗവാൻ കൊടുക്കുന്നത്. നമുക്ക് വഴിപാടുകളിലൂടെ, ആരാധനകളിലൂടെ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചത്തപോയിരിക്കുന്ന മനസ്സിനെ ഒരു പുതിയ ജീവൻ ഭഗവാൻ തരുന്നു. ആ ജീവനും കൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഭഗവാനും ഇഷ്ടമുള്ള കാര്യം. അതെപ്പോഴും അതുപോലെ ചെയ്യുക. അതുകൊണ്ട് ഭക്തിയും യുക്തിയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തരാതരം പോലെ പ്രയോഗിക്കേണ്ടതാണ്. രണ്ടിനെയും കൂട്ടിക്കലർത്തിയാൽ രണ്ടും ഇല്ലാതെയാവുന്നല്ലാതെ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. മക്കയിൽ ശിവലിംഗ പ്രതിഷ്ഠ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? നോക്കൂ, ഇപ്പം ഈ ധർമ്മത്തിൻ്റെയൊക്കെ വളരെ വക്താക്കളിലായിട്ടുള്ള ഒരു പരംപൂജ്യ സർസംഘചാലക് മോഹൻ ഭാഗവത്ജി അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ എല്ലാ പള്ളിയിലും പോയിട്ട് എന്തുണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ശിവലിംഗം നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ല, സർസംഘചാലകാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആരാധനയുടെ രീതിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ പല എലമെൻസും പലയിടത്തും കാണാം. കൃത്യമായിട്ടുള്ള അധിനിവേശം ഉണ്ടായതും കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാശി, മധുര എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയാൽ ചിലപ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവും എന്താണ് അധിനിവേശം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത് പ്രകടമായിട്ട് കണ്ടോളണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും പോയി ഇത് നോക്കുന്ന രീതി ശരിയല്ല എന്ന് അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ടുള്ള ആൾക്കാരൊക്കെ അതിൽ എന്ത് അഭിപ്രായമാണ് കൂടുതൽ പറയാനുള്ളത്? അദ്ദേഹമാണ് പരംപൂജ്യ സർസംഘചാലക്കാണ് അങ്ങനെ പറയുന്നത്.
അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആൾ ആ ഒരു വിഭാഗത്തിൽ നിന്ന് വേറെ പറയാനില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എല്ലാ മസ്ജിദുകളുടെയും കിണറിൽ പോയി ശിവലിംഗം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടില്ല എന്ന് കരുതി എല്ലാ അധിനിവേശങ്ങളും ശരിയാണെന്നും അർത്ഥമില്ല. അധിനിവേശങ്ങളെ അധിനിവേശങ്ങളായും ആരാധനകളെ ആരാധനാ കേന്ദ്രങ്ങളുമായിട്ട് കാണാൻ സാധിച്ചാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒരുവിധമൊക്കെ മാറാൻ സാധിക്കും. ദിനം പ്രതി എന്ന് പറയുന്ന പോലെ ആൾദൈവങ്ങൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾദൈവങ്ങളിൽ അങ്ങനെ ഒരു ദൈവികത ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാ മനുഷ്യരിലും ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ എല്ലാ മനുഷ്യരിലും ആരുണ്ട്? ദൈവമുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ ചില മനുഷ്യരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സിദ്ധി അല്ലെങ്കിൽ ആ ചൈതന്യത്തെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടോ അവരുടെ പ്രയത്നം കൊണ്ടോ മനസ്സിലാക്കിയ ആളുകളുണ്ടായിരിക്കാം. നമ്മളാണ് അവരെ എന്ത് വിളിക്കുന്നത്? ആൾ ദൈവം എന്ന് വിളിക്കുന്നത്. അവരൊരിക്കലും അവരെ ഞാൻ ആൾ ദൈവമാണ് എന്ന് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ ആ ധർമ്മത്തിൻ്റെ ഭാഗത്ത് ആൾക്കാരല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വളരെ ആദരവോടുകൂടി നമ്മൾ കാണുന്ന മതാമൃതാനന്തമായി അവരെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഈശ്വരനാണെന്ന്? പക്ഷേ ആളുകൾ അവരെ, പല ആളുകളെയും ഈ പേര് പറഞ്ഞ് വിളിക്കുന്നത് നമ്മളിന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഈ ധർമ്മത്തിൽ എല്ലാ മനുഷ്യരും ഈശ്വരന്മാരായി കാണുന്ന പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ തിരിച്ചറിയുന്നവർക്കൊരു ബഹുമാനം ഈ ധർമ്മം കൊടുക്കാറുണ്ട്. അവരെ സാധാരണക്കാർ വിളിക്കുന്ന പേരാണ് ആൾദൈവങ്ങൾ എന്നുള്ളത്. അത് മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഒരു ധാരണ മനസ്സിലാക്കാതെ പണം സമ്പാദിക്കാനുള്ള മാർഗമായി അതിനെ കാണുന്ന ചില ആളുകളും ഇന്ന് നാട്ടിലുണ്ട്. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സങ്കല്പം തീരെ ശരിയല്ല എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ആ ആൾദൈവം എന്ന വാക്കിനേക്കാൾ ഒരു ആത്മീയ ഗുരു എന്ന വാക്കായിരിക്കും കുറച്ചുകൂടെ നന്നാവുക എന്നാണ് പൊതുവിൽ ഞാൻ പറയാറുള്ളത്. മാതായൊക്കെ അമ്മേനൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം അവരൊന്നും ഒരിക്കലും ഞാൻ ഈശ്വരനാണ്, നിങ്ങൾ എൻ്റെ കാലിൽ പിടിച്ചാൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റി തരാമെന്ന് അവരാരും പറഞ്ഞായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. പറയുന്ന ആൾക്കാരുണ്ട്. അവരേത് ഉദ്ദേശത്തോടു കൂടിയാണത് പറയുന്നത് എന്നുള്ളത് സമൂഹത്തിനറിയാം. അവരെ സമൂഹം ആ രീതിയിൽ തന്നെ കണക്കാക്കുന്നുണ്ട്. ശരണം എന്ന വാക്ക് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഉണ്ടായി വന്നത്. പക്ഷേ ശബരിമലയിലും ഇതേ ശരണം വിളികൾ തന്നെയാണ് ഉയരുന്നത്. ഈ ശരണം എന്ന വാക്ക് ഇവിടെ പ്രയോഗിക്കുന്നതിൽ ഔചിത്യം എന്താണെന്ന് പറയും? ഈ ശരണം എന്ന വാക്ക് ബുദ്ധമതത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള വാദം ശരിയാണ് എന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നില്ല. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ സനാതനധർമ്മത്തിനെതിരായി നടക്കുന്ന ക്യാമ്പയിനുകളുടെ ഏറ്റവും വലിയൊരു രൂപമാണ് ഇതെല്ലാം ബുദ്ധസമായിട്ടും അല്ലെങ്കിൽ ജൈനിസവുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് പറയുക എന്നുള്ളത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു, ശബരിമല ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു, അങ്ങനെ പറയുന്ന കുറേ കോണ്ടെക്സ്റ്റുകളുണ്ട്. അത് ഈ സനാതനധർമ്മത്തിന് എതിരായിട്ടുള്ള ക്യാമ്പയിനായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ട്, ഈ ശരണം എന്ന് പറയുന്ന വാക്ക് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം ഞാൻ ചെറുപ്പം മുതൽ ചൊല്ലുന്ന ദേവി ഭാഗവതത്തിലെ നാരായണീ സ്തുതിയുണ്ട്. നാരായണീ സ്തുതിയിൽ പറയുന്നത് ശരണാഗത ധീർണാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ എന്നാണ്. അത് തുടങ്ങുന്നത് തന്നെ ശരണം എന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക അത് ബുദ്ധമതത്തിൽ നിന്നാണ് വന്നതെന്നുള്ളത്? സനാതനധർമ്മത്തിലും ശരണം എന്ന വാക്കുണ്ട്. അതൊരിക്കലും ബുദ്ധിസത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വാക്കല്ല. അപ്പം അമ്മ പറയുന്നത്, അമ്മ എന്നെ ശരണം പ്രാപിക്കുന്ന ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കുന്ന നാരായണി നിന്നെ ഞാൻ നമസ്കരിക്കുന്നതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ശരണം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ ഒരു ഉടമസ്ഥാവകാശം ബുദ്ധിസത്തിനൊന്നും കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ എല്ലാ പാരമ്പര്യങ്ങളും പലയിടത്തും പലപ്പോഴായും പരാമർശിച്ച് പോയിട്ടുണ്ടാവാം, അതില്ലാന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രമാണ് ശരി എന്ന വാദവും ശരിയല്ല. പല കൂടിക്കലരലുകളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഈ ധർമ്മം ഇന്ന് ഈ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവുക. അതിൽ നിന്നൊക്കെ എടുക്കേണ്ട നല്ലതിനെ എടുക്കുക എന്നുള്ളതാണ് സനാതനധർമ്മം എപ്പോഴും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ മറ്റ് വൈദേശിക മതങ്ങൾ പോലും ഈ മണ്ണിലേക്ക് വന്നപ്പോൾ അതിനെ തുറന്ന മനസ്സോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചു. കാരണം എന്താ, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്നൊരു ധർമ്മമാണ് സനാതനധർമ്മം. അപ്പം അതുകൊണ്ട് ബുദ്ധിസമായാലും ജൈനിസമായാലും മറ്റേത് സഹോദര മതങ്ങളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ നല്ല വശങ്ങളെ എപ്പോഴും ഭാരതം ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ശബരിമലയിൽ എന്തുകൊണ്ട് ഈ ശരണം വിളികൾ വരുന്നു എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും സാർവത്രികമായിട്ടുള്ള ആവശ്യമാണ്. അവൻ്റെ വിഷമങ്ങളിൽ നിന്ന് ശരണം പ്രാപിക്കുക എന്നുള്ളത്. അതിനൊരിക്കലും ബുദ്ധൻ്റെ മേത്ത് പോയി കൊണ്ടുപോയി കെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ഈ ധർമ്മത്തിലുള്ളതാണ്, അങ്ങനെ കാണുക എന്നുള്ളതേ ഉള്ളൂ. രാധേ കൃഷ്ണ എന്നാണല്ലേ അറിയപ്പെടുന്നത്. അതിനിപ്പം ഏത് കാലമായാലും കൃഷ്ണൻ അറിയപ്പെടുന്നത് രാധയിലൂടെ ആയിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി കൂടി കണ്ണന് അപ്പോഴേ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത്രയും നമ്മൾ രാധേ കൃഷ്ണ എന്ന് പറയുമ്പോഴും ഭാഗവതത്തിൽ എവിടെയും രാധയെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളതായി കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? പല കാരണങ്ങൾ അതിന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയും രാധ എന്നൊരു ശബ്ദമല്ല, ശബ്ദം ചിലപ്പോൾ ഭാഗവതത്തിൽ ഉണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാൽ ആരാധിക എന്നുള്ളതൊക്കെ രാധയാണെന്നൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. രാധ എന്ന് പറയുന്ന വാക്കെടുത്തൊരു ഗോപിയെ വിളിക്കുന്നതായിട്ടൊന്നും
ഭാഗവത്തിൽ കാണാൻ സാധിക്കില്ല. അതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള റീസൺ ഞാൻ പറയാം. രാധ എന്നുള്ളത് ഭഗവാൻ തന്നെയാണ് പ്രത്യക്ഷത്തിൽ. അവർ തമ്മിൽ ഭേദഭാവമില്ല. അപ്പം നമ്മൾ പ്രകൃതിയും പുരുഷനും എന്ന് പറയുമല്ലോ അല്ലേ, അതുപോലെയാണ് നമുക്കിപ്പോൾ മഹാദേവനും ശ്രീപാർവതിയും നമ്മൾ കണക്കാക്കാറുള്ളത്. അതുപോലെ പറയുന്ന സങ്കല്പമാണ് ശ്രീകൃഷ്ണനും രാധയും. ഭഗവാൻ പുരുഷനായിട്ടും അമ്മയെ പ്രകൃതിയായിട്ടും നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ പുരുഷ പ്രകൃതി സങ്കല്പത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത് എന്നുള്ള വലിയ സന്ദേശമാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. എന്തുകൊണ്ട് ഭാഗവതത്തിൽ രാധ എന്ന ശബ്ദം ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാരണം രാധ എന്നുള്ളത് ഒരു തരത്തിലുള്ള ബ്രഹ്മശബ്ദമായിട്ടാണ് കണക്കാക്കുന്നത്. അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ്. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയാണ് പരീക്ഷത്തിന് 7 ദിവസം കഴിഞ്ഞ് മരിക്കാൻ പോകുന്ന പരീക്ഷത്തിന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ 7 ദിവസമാണ് സമയം. ഈ 7 ദിവസ സമയത്തിനകത്ത് ഭഗവാന്റെ കഥകളിലൂടെ അദ്ദേഹത്തെ ഉയർത്തുക എന്നുള്ള വലിയ ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ രാധ എന്ന ബ്രഹ്മശബ്ദം ഉച്ചരിക്കുന്നതിലൂടെ ശ്രീശുക ബ്രഹ്മർഷിക്ക് അത്യാനന്ദത്തിലേക്ക്, അതായത് സമാധിയിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നാണ് പറയുക. അതായത് രാധ എന്നുള്ള ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അല്പസമയത്തേക്ക് അദ്ദേഹം സമാധിയാവസ്ഥയിലേക്ക് പോകത്തില്ല. കാരണം അത്ര കണ്ട ആനന്ദമാണ് ആ പേര് ഉച്ചരിക്കുന്നതിലൂടെ തന്നെ ലഭിക്കുന്നത്. അപ്പോൾ ബാക്കി കഥ പറയാൻ എന്ത് ചെയ്യില്ല, സാധിക്കില്ല. 7 ദിവസമാണ് ആകെ സമയമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം പല സ്ഥലങ്ങളിലും രാധ എന്ന് പറയുന്ന പേര് പറയാതെ മാറിപ്പോയി എന്നാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷത്തിൻ്റെ 7 ദിവസത്തിൽ 10 ദിവസവും പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം പറയാറുണ്ട്. അത് ചില ആചാര്യന്മാർ പറയുന്നതാണ്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഭഗവാനാണെങ്കിലും രാധയാണെങ്കിലും ബ്രഹ്മശബ്ദമാണ്. ആ ബ്രഹ്മശബ്ദത്തെ ഉപാസിക്കുന്നതിലൂടെ പരമമായിട്ടുള്ള ആനന്ദം പരീക്ഷത്തിനും അതുപോലെ തന്നെ ഒപ്പം നമ്മുടെ ശ്രീശുക ബ്രഹ്മർഷിക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്ന് വെച്ചാൽ പക്ഷേ രാധ എന്നുള്ള ശബ്ദം ഭാഗവതത്തിലില്ലെങ്കിലും അത് ശ്രീമദ് ഭാഗവതം, അതായത് വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിലാണ് രാധ എന്ന ശബ്ദം നമുക്ക് കാണാൻ സാധിക്കാത്തത്. രാധ എന്ന ശബ്ദം വരുന്ന നിരവധിയായിട്ടുള്ള ഭാഗവതങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ഗർഗഭാഗവതത്തിൽ രാധാറാണിയെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ കൂടുതൽ കഥകളും കൂടുതലായിട്ട് അമ്മയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റ് ഭാഗവതങ്ങൾ നോക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ. ശബരിമലയിലെ 18ാം പടിക്ക് താഴെയായിട്ട് ഇപ്പോൾ ഒരു പ്രയർ വീൽ സ്ഥാപിക്കുന്നുണ്ടല്ലോ, അതും ബുദ്ധമതവുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചോദിച്ച ഒരു എലമെൻറ്റിൻ്റെ, ആ ചോദ്യത്തിൻ്റെ ഒരു ആന്തരികാർത്ഥം ഇപ്പോഴും ശബരിമലയിൽ ബുദ്ധിസത്തിൻ്റെ ഒരു എലമെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ശബരിമലയെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ എല്ലാ തരത്തിലുള്ള ആരാധനകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, നമുക്ക് അവിടെ പൊന്നമ്പലമേട്ടിലാണെന്നുണ്ടെങ്കിലും ആദിവാസി വിഭാഗത്തിൻ്റെ, മലയാളി വിഭാഗത്തിൻ്റെ, ഉള്ളാട വിഭാഗത്തിൻ്റെ ഒക്കെ ആരാധന അവിടെ നടന്നിട്ടുണ്ട്. ഭഗവാന് പണ്ട് തേൻ അഭിഷേകം ഉണ്ടായിരുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള പന്തളം രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ട്, താഴ്മൺ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആരാധന അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ആരാധനകൾ അവിടെ നടന്നിട്ടുണ്ടായേക്കാം, എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു കൂടിക്കലർന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു പ്രൊഡക്റ്റാണ് ശബരിമല. അപ്പോൾ ഒരിക്കലും ശബരിമലയ്ക്ക് ഇന്നത് മാത്രമാണ് ശരി, ഈ ഒരു സമ്പ്രദായം മാത്രമേ ഇവിടെ ഉണ്ടായി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ തരത്തിലുള്ള സമ്പ്രദായങ്ങളിലൂടെയും കടന്നു വന്ന് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലെത്തി നിൽക്കുന്നു. ഇനി മാറ്റങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടായേക്കാം, നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ നോക്കൂ, 18ാം പടിയുടെ മുകളിൽ ഇപ്പോൾ ചില കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു, അത് വരുമായിരിക്കാം. ഇപ്പോൾ നോക്കൂ, ഇപ്പം ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലൈ ഓവർ കയറി പോകേണ്ട ആവശ്യമില്ല. 18ാം പടി കയറി കഴിഞ്ഞാൽ നേരിട്ട് അയ്യപ്പ ദർശനം കാണുന്ന തരത്തിലേക്ക് മാറി. അപ്പോൾ മാറ്റങ്ങൾ പലതരത്തിലുണ്ടാവും. അതിനെയൊക്കെ എന്തെങ്കിലും ഒരു സമ്പ്രദായമായിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ട് ശബരിമലയുടെ കാര്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. ശബരിമല നമ്മൾ ഏതൊക്കെ സമ്പ്രദായത്തിൻ്റെ പേരിൽ അതിനെ കൊണ്ടേ കെട്ടിയിടാൻ നോക്കിയാലും അത് അതിൽ നിൽക്കുന്നൊന്നല്ല. അതിനേക്കാളൊക്കെ മുകളിൽ നമ്മളൊന്നും മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ശബരിമലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അർദ്ധനാരീശ്വരൻ എന്ന മഹാദേവ രൂപത്തിന് പിന്നിലുള്ള കഥ എന്താണെന്ന് പറയൂ? അർദ്ധനാരീശ്വരൻ എന്നുള്ള രൂപത്തിന് പുറകിലുള്ള കഥയേക്കാൾ അതിൻ്റെ തത്വാംശമാണ് കൂടുതലായിട്ട്. അതൊരു ഭഗവാന്റെ വളരെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു രൂപമാണ്. പകുതി സ്ത്രീയും പകുതി പുരുഷനുമായിട്ടുള്ള രൂപം. അപ്പോൾ ഭഗവാന്റെ പകുതി ശരീരവും പകുതി മനസ്സും ഭഗവാന്റെ പകുതി തത്വവും ദേവിക്ക് കൊടുത്തു എന്നാണല്ലോ. അപ്പം അത് നമ്മൾ ഒരിക്കലും അത് പാർവതിയായിട്ടോ അല്ലെങ്കിൽ സതിയായിട്ടോ കാണേണ്ടതല്ല, ശക്തിയായിട്ട് കാണാനാണ് ഞാൻ പൊതുവിൽ എല്ലായിടത്തും പറയുന്നത്. ശിവൻ, ശക്തി, ഈ 2 ഐക്യങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ കാരണഹേതുവായിട്ട് കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് പുരുഷനും പ്രകൃതിയും. അതിൻ്റെ ഒരുമിച്ച് നിൽക്കുന്ന ആ സമ്മേളനമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പരമമായിട്ടുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് സിംബോളിക്കായിട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഭഗവാനും ഭഗവതിയും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതിലൂടെ. അപ്പോൾ നോക്കൂ, ഭഗവാനും ഭഗവതിയും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് ഗണപതി ഭഗവാൻ ഈ പഴം കിട്ടാനായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാതെ ശിവപാർവതിമാരെ
പ്രദക്ഷിണം വെക്കുന്നത് അല്ലേ. അത് പുരുഷ പ്രകൃതി സങ്കല്പത്തെ പ്രദക്ഷിണം വെച്ചു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ പ്രദക്ഷിണം വെച്ചു എന്നുള്ളതായിട്ടാണ് കഥ പറയുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ തത്വം എന്നുള്ളത്. ഭഗവാൻ എന്ന് പറയുന്ന മഹാദേവൻ എന്ന് പറയുന്നതിൻ്റെ ഭഗവാന്റെ എക്സിസ്റ്റൻസ്, ഭഗവാൻ ഒരിക്കലും സതിയോട് അല്ലെങ്കിൽ ഉമയോട് വിരക്തിയുള്ള ആൾ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ആളല്ല. എപ്പോഴും ഭഗവാന്റെ കൂടെ ശക്തിയുണ്ട്. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആ ശിവശക്തി ഐക്യരൂപമാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൻ്റെ സന്തതികളായിട്ടുള്ള നമ്മൾ ഒരു പരിധിവരെ ഭഗവാൻ മഹാദേവൻ്റെയും ഭഗവതിയുടെയും മക്കളായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് നമ്മൾ അമ്മയെന്നും ഭഗവാനെ അച്ഛാന്നും വിളിക്കുന്നത്. വൈക്കത്തപ്പ, ഏറ്റുമാനൂരപ്പ എന്നല്ല നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാറുണ്ട് എങ്കിൽ പോലും ഒരു അച്ഛൻ്റെ സ്ഥാനം. അപ്പോൾ കാളിദാസൻ തന്നെ പറയുന്നുണ്ട്, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പിതാവും മാതാവുമായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ശാകുന്തളത്തിൽ. അപ്പം അത് ആ ഒരു വലിയ സങ്കല്പമാണ് അർദ്ധനാരീശ്വര സ്വരൂപം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പുരുഷനും പ്രകൃതിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ പ്രപഞ്ചം സംഭവിക്കുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അതിന് പലതരത്തിലും കാണാം. ഭഗവാൻ സ്ത്രീകൾക്കും ഒരു സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്ത്രീകളും കൂടെ ചേർന്നതാണ് ഈ സമൂഹം, പ്രപഞ്ചം എന്നുള്ള രീതിയിലൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതൊക്കെ കാണുന്ന ആൾക്കാരുടെ കണ്ണുപോലെ ഇരിക്കും. നമുക്ക് നമ്മുടെ ധർമ്മത്തിനൊരു പ്രശസ്തി അതാണല്ലോ. നമുക്ക് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാം. ഇന്നും എന്തുകൊണ്ട് നമ്മൾ രാമായണം ചർച്ച ചെയ്യുന്നു, ഇന്ന് എന്തുകൊണ്ട് നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്യുന്നു, അതിന് ഇന്നത്തെ കാലത്തും അതിൻ്റെ കോണ്ടെക്സ്റ്റ് പ്രസക്തിയുണ്ട്. അതുപോലെ ഇതിനെയും നമുക്ക് പറയാം. ഞാൻ പൊതുവായിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് പലതരം കഥകളുണ്ട്. അതും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഹോളിയായിട്ട് നിരവധിയായിട്ടുള്ള കഥകളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥ ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയും ഒപ്പം നരസിംഹസ്വാമിയായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കഥ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ശരിക്ക് കൃഷ്ണനായിട്ടുള്ള കഥ ഇപ്പോൾ നമുക്ക് മധുരയിലും ദ്വാരകയിലൊക്കെ ഹോളി നോർത്തിലൊക്കെ വളരെയധികം ആഘോഷിക്കുന്ന ഒന്നാണ്. ഭഗവാൻ ഒരിക്കൽ പരാതി പറഞ്ഞതാണ്, ഞാൻ മാത്രം എന്തുകൊണ്ട് കറുത്തുപോയി അല്ലേ, എല്ലാവരും വെളുത്തിട്ടാണല്ലോ ഇരിക്കുന്നത്, എല്ലാവർക്കും എന്നേക്കാൾ നിറമുണ്ടല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തത് നമുക്ക് എല്ലാവരുടെയും ദേഹത്ത് പോയിട്ട് ചായങ്ങൾ തേക്കാം, നമുക്ക് അങ്ങനെ ഒരു വർണ്ണത്തിൻ്റെ ഉത്സവം ആഘോഷിക്കാം. അങ്ങനെയാണ് ഹോളിയുടെ ഒരു പിറവിയായിട്ടൊരു കഥ പ്രക്ഷിപ്തമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അതിനേക്കാളിലും ഒരു സാധനയുടെ അല്ലെങ്കിൽ ഉപാസനയുടെ തലത്തിലുള്ള ഒരു കഥയായിട്ട് പറയുന്നത് ഹിരണ്യകശിപുവായിട്ട് അല്ലെങ്കിൽ നരസിംഹാവതാരമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് പറയാറുള്ളത്. അതായത് ഈ ഹിരണ്യകശിപുവിൻ്റെ സഹോദരി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഹോളിക എന്നായിരുന്നു അത്രേ. ഈ ഹോളികയ്ക്ക് അഗ്നിദേവൻ ഒരു വരം കൊടുത്തിട്ടുണ്ട്, അവരെ തീ സ്പർശിക്കില്ല, ഐ മീൻ പൊള്ളലേൽക്കില്ല എന്നുള്ളതാണ് അവർക്കുള്ള വരദാനം. പക്ഷെ അത് ഓരോ സമയത്തും ഭഗവാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ധർമ്മത്തിന് വേണ്ടിയും ഒരാളെ രക്ഷിക്കുന്നതിനും വേണ്ടിയും ശ്രമിക്കുമ്പോഴേ പൊള്ളലേൽക്കാതിരിക്കുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ ഈ പ്രഹ്ലാദന് അതിര് കവിഞ്ഞ വിഷ്ണുഭക്തി ഉണ്ടാകുക കണ്ടിട്ട് സഹിക്കാത്ത ഹിരണ്യകശിപു ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് ഈ പ്രഹ്ലാദനെടുത്ത് എറിയും. മലയുടെ മുകളിൽ താഴത്തേക്ക് എറിയും, വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിക്കൊള്ളാൻ നോക്കും. പക്ഷെ ഓരോന്നിൽ നിന്നും പ്രഹ്ലാദൻ രക്ഷപ്പെടുന്നതാണ്. അവസാനമാണ് ഹോളികയെ വിളിച്ച് തീയിൽ കൊണ്ടുപോയി വെക്കാൻ പറയുക പ്രഹ്ലാദനെ. അതായത് അപ്പോൾ ഹോളിക പ്രഹ്ലാദനെ എടുത്ത്, ചെറിയമ്മയാണ്, അച്ഛൻ്റെ അനിയത്തിയാണ്, പ്രഹ്ലാദനെ എടുത്ത് ഒരു തീയിൻ്റെ അഗ്നികുണ്ഡത്തിലേക്ക് ചെന്ന് കയറിയെന്നാണ്. അപ്പോഴാണ് ഹോളിക ഈ ഒരു വരം മറന്നുപോയിന്ന്. അതായത് ധർമ്മത്തിന് വേണ്ടിയും ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയും ശ്രമിക്കുമ്പോൾ മാത്രമേ തീപ്പൊള്ളൽ ഏൽക്കാതിരിക്കുള്ളൂ. ഇത് പ്രഹ്ലാദനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി പോയത് കൊണ്ട് ഹോളിക കത്തിച്ചാമ്പലായി, പ്രഹ്ലാദനൊന്നും പറ്റിയില്ല എന്നാണ് പറയുക. അതായത് പൊതുവിൽ നമ്മൾ എല്ലാ ആഘോഷങ്ങൾക്കും പറയുന്നത് പോലെ തന്നെ ഈ തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയമായിട്ട് ഹോളി, അത് നിറങ്ങളുടെ ഉത്സവമായിട്ട്, ഹോളികയിൽ നിന്നാണ് ഈ ഹോളി എന്ന ശബ്ദം ഉണ്ടായതെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനും ക്രിസ്തുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഇടമറുകിൻ്റെ ഒരു പുസ്തകമുണ്ട്, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതിൽ പല സാദൃശ്യങ്ങളും, കൃഷ്ണനും ക്രിസ്തുവും തമ്മിൽ പല സാദൃശ്യങ്ങളും ഉള്ളതായിട്ട് പറയുന്നുണ്ട്. കാലിത്തൊഴുത്തിലെ ജനനവും അതേപോലെ കാലിയം വെച്ച് കണ്ണൻ നടക്കുന്നതും. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒരു സ്വാമി തന്നെ പറയാറുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള അവകാശമുള്ളത് അദ്ദേഹം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃഷ്ണനെ വിശ്വസിക്കുന്ന ഒരാളാണ്, കൃഷ്ണൻ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ കഥാപാത്രങ്ങളായിട്ടല്ല എടുക്കുന്നത്, നമ്മൾ ഐതിഹാസിക ചരിത്ര പുരുഷന്മാരായിട്ടാണ് കൃഷ്ണൻ രാമനെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വിശ്വാസത്തിൻ്റെ കൂടെ എലമെൻ്റ് അതിനകത്തുണ്ട്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ട് പേഴ്സണാലിറ്റിയെ കുറിച്ചായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. രണ്ടും രണ്ട് തലത്തിൽ തന്നെയാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, കൃഷ്ണനും ക്രിസ്തുവും ഒന്നല്ലേ എന്ന് പറയണമെങ്കിൽ ഞാൻ ആരെക്കുറിച്ച് കൂടെ കൂടുതലായിട്ട് അറിയണം? ക്രിസ്തുവിനെ കുറിച്ച് കൂടെ കൂടുതലായിട്ട് അറിയണം. അപ്പം അറിയാത്തിടത്തോളം കാലം എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. രണ്ട്, എൻ്റെ ഇപ്പോഴത്തെ അറിവനുസരിച്ച് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതും ഞാനിപ്പോൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കാൻ നോക്കുന്നതൊക്കെ സനാതനധർമ്മമാണ്. സനാതനധർമ്മത്തിൽ കൃഷ്ണനെ ബ്രഹ്മത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് കണക്കാക്കുന്നത്. ക്രിസ്തുവിനെ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ദൈവപുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഒന്ന് ഭഗവാന്റെ അവതാരം. നമുക്ക് കൃഷ്ണനെ നമുക്ക് അവതാരം എന്നോട് പറയാൻ പറ്റുമെന്നാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. ഭഗവാൻ തന്നെയാണ് വന്നിട്ടുള്ളത്, ദൈവപുത്രനല്ല, ദൈവം തന്നെയാണ്. ആ ഒറ്റ എലമെന്റിൽ തന്നെ ഈ ചോദ്യത്തിന്റെ ഒരു പ്രസക്തി അല്ല, ആ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യപ്പെട്ടു. കൃഷ്ണൻ ക്രിസ്തു ഒന്നാണോ?
ക്രിസ്തു ദൈവപുത്രനാണെന്നാണ് അപ്പുറത്ത് പറയുന്നത്. നമ്മളിവിടെ കൃഷ്ണൻ ഈശ്വരനാണ്, ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ തലത്തിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ട് സങ്കല്പങ്ങളാണ്, രണ്ടും രണ്ട് രീതിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ മാർഗ്ഗങ്ങളുണ്ട്. സനാതന ധർമ്മത്തിൻ്റെ മാർഗ്ഗം കൃഷ്ണൻ്റെ മാർഗ്ഗമാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണനെ കൂടെ കൂടുതൽ സനാതനധർമ്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആരെ കൂടുതൽ മുറുകെ പിടിക്കാൻ സാധിക്കുള്ളൂ? കൃഷ്ണനെ മാത്രമേ സാധിക്കുള്ളൂ. കാരണം മറ്റു നമ്മുടെ ഒരു രീതിയല്ല, നമ്മുടെ പാരമ്പര്യമല്ല. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ, ഇതിനെക്കുറിച്ച് അറിയാവുന്ന മഹാത്മാക്കളൊക്കെ അതിൽ കൂടുതൽ കമൻറ്റ് പറയട്ടെ. എനിക്കറിയാവുന്നതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും കൃഷ്ണനെക്കുറിച്ചാണ്, സനാതനധർമ്മമാണ്. അതുകൊണ്ട് കൃഷ്ണൻ ക്രിസ്തു ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്ന ഒറ്റ ഉത്തരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനും സാധിക്കുള്ളൂ. കൈലാസം, അവിടെയാണല്ലോ സാക്ഷാൽ മഹാദേവൻ, പാർവതി, പിന്നെ മക്കൾ, ഇവരുടെയൊക്കെ വാഹനങ്ങൾ എടുത്തു നോക്കുമ്പോൾ, വാഹനങ്ങൾ എന്നല്ല, മഹാദേവൻ്റെ കഴുത്തിൽ സർപ്പത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ ഗണപതിയുടെ വാഹനം എന്ന് പറയുന്നത് എലിയാണ്. അതേപോലെ ഭഗവതിയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹവും മുരുകൻ്റേത് മയിലുമാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ആവാസ വ്യവസ്ഥ, ഒരു ഫുഡ് ചെയിനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുമല്ലേ? അത് ഫുഡ് ചെയിനായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ കാര്യം. നോക്കൂ, എല്ലാത്തിൻ്റെയും സിംപ്പലുകളായിട്ടാണ് സനാതനധർമ്മത്തിൽ കാര്യങ്ങൾ പറയുന്നത്. എല്ലാത്തിൻ്റെയും പ്രതീകങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർദ്ധനാരീശ്വരൻ എന്തിനാ പ്രതീകമായിട്ട് നമ്മൾ പറഞ്ഞു? പ്രപഞ്ചത്തിന്റെ സ്ത്രീ പുരുഷൻ ചേർന്ന് സംയോഗത്തിന്റെ പ്രതീകമാണ് പറഞ്ഞു. അതുപോലെ ഇപ്പൊ ഭഗവാൻ മഹാദേവന്റെ വാഹനമാണ് കാള, ദേവിയുടെ വാഹനം സിംഹമാണ്. പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ കാള സിംഹത്തിന്റെ ആഹാരമാണ്, അല്ലെ? ഭഗവാൻ മഹാദേവന്റെ കഴുത്തിലുള്ളത് പാമ്പാണ്, മഹാഗണപതിയുടെ വാഹനം എലിയാണ്. രണ്ടും പരസ്പരം ഭക്ഷിക്കുന്ന, പാമ്പ് എലിയെ ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ മഹാദേവനും ദേവിയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ട് നമ്മൾ കാണുമ്പോൾ പല രീതിയിലുള്ള മനുഷ്യരുണ്ട്, പല രീതിയിലുള്ള സൃഷ്ടികളുണ്ട്. അപ്പോൾ ഈശ്വരങ്കലിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ ഈ ഭേദഭാവം മാറും. നോക്കൂ, മഹാദേവന്റെ കഴുത്തിലിരിക്കുന്ന പാമ്പിന് ഒരിക്കലും ധാരണയില്ല ഈ താഴെ ഇരിക്കുന്ന എലിയാണ്. അതാരാണ്? എൻ്റെ ഉള്ളിലുള്ള ഭഗവാൻ തന്നെയാണ് അതിനകത്തുള്ളത് എന്നുള്ള വലിയ ആ ചിന്തയുള്ള പാമ്പാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ലെവലിൽ ചിന്തിക്കുന്ന ഒന്നല്ല അത്. അപ്പോൾ പല ആശയങ്ങളുടെയും സഹവർത്തിത്വം തീർച്ചയായിട്ടും സനാതനധർമ്മത്തിൽ സാധ്യമാണ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ സനാതനധർമ്മത്തിൽ വൈദികമായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്, അല്ല? ഇപ്പോൾ ബ്രാഹ്മണിക്കലായിട്ട് നമ്മൾ പറയുന്ന അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, വലിയൊരു പാരമ്പര്യമാണ്. യാഗങ്ങളുടെയും ഹോമങ്ങളുടെയൊക്കെ ഒരു പാരമ്പര്യമുണ്ട് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് നമുക്ക് കൗളാചാരം, ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ ബലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആരാധനാ രീതിയുണ്ട്, ഗോത്ര പാരമ്പര്യമുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗം തന്നെയാണ്? സനാതനധർമ്മത്തിൻ്റെ പാരമ്പര്യമാണ്. അപ്പോൾ ഭഗവാൻ മഹാദേവന്റെ കൂടെ ചുറ്റും ഇങ്ങനെ പല വൈരക്തികളായിട്ടുള്ള ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ധർമ്മത്തിൻ്റെ പേരിൽ നമുക്ക് ഒന്നിച്ച് നിന്നുകൂടാ? ഇങ്ങനെ നിൽക്കണമെന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു. ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് ആ രീതിയും ഈ രീതിയും തമ്മിൽ അടി, ഇപ്പുറത്തെ ആൾക്കാരും അപ്പുറത്തെ ആൾക്കാരും തമ്മിൽ അടി, ശിവനാണോ വിഷ്ണു ആണോ എന്ന് പറഞ്ഞിട്ടുള്ള അടി, ആരാണ് വലുത്? ഇതിനൊന്നും ഇവിടെ സ്ഥാനമില്ല. സനാതനധർമ്മത്തിൽ ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്, പക്ഷേ സംഘടനകൾക്ക് സാധ്യതയില്ല. ഇതെല്ലാം അവസാനം എത്തിച്ചേരേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കുന്നതാണ് സനാതനധർമ്മം. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് ഭഗവാന്റെ ഈ കുടുംബത്തെ കാണാനാണ് പൊതുവിൽ ആചാര്യന്മാർ പറയാറുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ധർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുക, അതാണ് വേണ്ടത്. ഇപ്പോൾ ഭഗവാന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എലിയായിട്ടിരിക്കുന്നത്, പാമ്പായിട്ടിരിക്കുന്നത്, മയിലായിട്ടിരിക്കുന്നത്, സിംഹമായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ മംഗളം, നന്മ പ്രപഞ്ചത്തിലേക്കും സമാജത്തിലേക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കുക. എൻ്റെ മനസ്സിലും അതേപോലെ ഞാൻ ഉൾപ്പെടുന്ന സാധാരണക്കാരുടെ മനസ്സിലും ഉരുത്തിരിഞ്ഞേക്കാവുന്ന ഒരുപാട് സംശയങ്ങളാണ് ഇവിടെ ഇപ്പോൾ ദൂരീകരിച്ചിട്ടുള്ളത്. സന്തോഷം. അത് പൂർണ്ണമായും ദൂരീകരിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചതിൻ്റെയൊക്കെ എൻ്റെ വേർഷൻസാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമാണ് ശരി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അത് മൊത്തം ശരിയായിക്കൊള്ളണമെന്നില്ല. ഞാൻ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയൊരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ നിന്ന് മാത്രം നിൽക്കാതെ കേൾക്കുന്ന ആളുകളോട് എനിക്കും അഭ്യർത്ഥിക്കാനുള്ളത്, കൂടുതൽ ആചാര്യന്മാർ പറയുന്ന പല വേർഷൻസ് കേട്ട് ഏറ്റവും നമുക്ക് സാധിക്കുന്നത്, ഏറ്റവും യുക്തി, നേരത്തെ പറഞ്ഞല്ലോ, യുക്തിയും ഭക്തിയും നോക്കുന്നതും ഏറ്റവും യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള വാദത്തെ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ ചിലപ്പോൾ നാളെ എനിക്ക് മാറ്റം ഉണ്ടാകും. കാരണം എന്താ, കൂടുതൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ യോജിപ്പും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടായിരിക്കും. അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോടും യോജിപ്പുള്ളവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും തീർച്ചയായിട്ടും. ഒരുപാട് പേരിൽ ഈ സനാതനധർമ്മം എത്തിക്കാനായിട്ടുള്ള ഭാഗ്യം. താങ്ക് യു സോ മച്ച്.